അവരൊക്കെ പഴഞ്ചൻ രീതിയിലാണ് ഈ തൊഴിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ അതിനെ ആധുനിക രീതിയിൽ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി. സംസ്ഥാനത്ത് ഓൺലൈൻ പഠനത്തിലൂടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ഫസ്റ്റ് ബെൽ എന്ന പേരിൽ വിക്ടേഴ്സ് ചാനലിലൂടെയാണ് പഠനം. എന്താടോ വലിയ സന്തോഷത്തിലാണല്ലോ. കാര്യമുണ്ടോ? നമുക്കൊക്കെ ഒരു കോൾ അടിച്ചിരിക്കാ. കോള് സംസ്ഥാന സിലബസ് പിന്തുടരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിക്ടേഴ്സ് ചാനൽ വഴി അരമണിക്കൂർ വീതമുള്ള ക്ലാസുകളാണ് തുടങ്ങിയത്. വിദേശത്തൊക്കെ ഈ രീതി ഫോളോ ചെയ്ത് വളരെയധികം വിജയിച്ചിട്ടുണ്ട്. പ്രവേശനോത്സവം ഇത്തവണ വീട്ടിൽ തന്നെ. അതിന്റെ സന്തോഷം കൊച്ചു കൂട്ടുകാർക്ക്. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഉറക്കമൊക്കെ വരുമ്പോ ടീച്ചർ വിളിച്ച് തല്ലും. അല്പം മുതിർന്നവർക്ക് കൂട്ടുകാർ ഒപ്പം ഇല്ലാത്തതിന്റെ സങ്കടവും ഉണ്ട്. ക്ലാസ്സിലാവുമ്പോ ഭയങ്കര കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുമ്പോ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അതൊക്കെ, പക്ഷെ ഇപ്പം ഫ്രണ്ട്സ് ഒന്നും ഇല്ല, കുറെ ഭയങ്കര മിസ്സിംഗ് ആണ് അവരെ. എല്ലാം ഭംഗിയായിട്ട് നടക്കും, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഓൺലൈൻ ക്ലാസുകൾ വഴി കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെന്ന് അധ്യാപകരും രക്ഷിതാക്കളും ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ആട്ടെ, ഇതിൽ എന്റെ റോൾ എന്താണ്? ഞാൻ എന്ത് ചെയ്യണം? കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുവെന്നത് മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ഇതൊരു പുതിയ തുടക്കം മാത്രമാണെന്നും മുഖ്യമന്ത്രി. നന്നായി കുഞ്ഞ്, ഒരു നല്ല കാര്യമായി ചെയ്തു. എന്തത്ര ചിരിക്കാൻ? നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ചത്തോ? ഇനി ഒന്ന് സ്നേഹത്തോടെ വിളിച്ചു നോക്കിയേ. കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറിയാൽ ഉപകാരമായിരിക്കും. മാത്രം ഇങ്ങനെ വിളിക്കുമ്പോ ദരിദ്രവാസി. ഈ വിളി കേട്ട് എന്റെ കാതുകൾ തടംപിച്ചിരിക്കാണ്. ഈശോ, എന്നാ ക്യൂട്ടഡായി കൊച്ചേ. ആണോ? ഉങ്ക സ്മൈൽ ക്യൂട്ടാ ഇருக்கு. ഞാൻ അവിടെ തുപ്പിക്കോളാം. அந்த பேர்ல ஒரு கெத்து இருக்கு, அது எல்லாருக்கும் தெரியும். നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? എന്തേ? കുഞ്ഞിരാമ ഒന്നും ഇങ്ങോട്ട് വന്നല്ലേ? ഇന്നാളെ നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ? Just a second. Teacher, our children are ready. Come on. എടാ, നിനക്കൊരു കത്തിയും കൂടി ഞാൻ വാങ്ങിക്കരുത്. ഇതിലും നല്ല തൊഴിലതാ. ഒന്നി കഴിവറുടെ മോനെ അടിച്ചതിന്റെ കണ്ണിയങ്ങളെയും. നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. ചെറ്റത്തരം പറയണ. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. അല്പം കൂടെ സംസ്കാരത്തോടെ പെരുമാറണം. ഓവർ സ്വാതന്ത്ര്യം കാണിച്ചാലുണ്ടല്ലോ. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ അവഹേളിക്കുന്നവർ കുടുങ്ങും. സന്തോഷായില്ലേ? സമൂഹ മാധ്യമങ്ങളിൽ സഭ്യേതര ട്രോളും ദൃശ്യങ്ങളും തയ്യാറാക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചു. ഇനി നീ എങ്ങാനും ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല. ഇത്തരക്കാരെ കണ്ടെത്താൻ സമൂഹ മാധ്യമങ്ങൾ കർശനമായി നിരീക്ഷിക്കും. തുടർച്ചയായി ഇവ തയ്യാറാക്കുന്നവർക്കെതിരെ കേസെടുക്കും. പണി വരുന്നുണ്ടവർ. അധ്യാപകർ പരാതി നൽകിയാൽ ഗൗരവമായി കാണാനും DGP നിർദ്ദേശിച്ചു. ഞാൻ വളരെ സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാരനാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതിന് മാസ്റ്റർ അറിയാലല്ലേ? മാഷേ, ക്ലാസ് എടുത്ത അധ്യാപകരുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ചേർത്തുള്ള പ്രചരണം വ്യാപകമായതോടെയാണ് നടപടി. പഞ്ചസാരയെന്ന് എഴുതി നക്കിക്കുന്നതിനേക്കാളും ഭേദം ഒന്ന് രുചി പിടിക്കട്ടെ എന്ന് കരുതി. പക്ഷെ എനിക്ക് ഇത് പോലീസിന്റെ തൊഴിലാ. സഭ്യമല്ലാത്ത പരാമർശങ്ങൾക്കും ട്രോളുകൾക്കുമെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് കൈറ്റ്സ് വിക്ടേഴ്സ് CEO അൻവർ സാദത്തും അറിയിച്ചു. വിരട്ടിയാലേ ശരിയാവുള്ളൂ. എനിക്കിപ്പോ ദരിദ്ര യോഗമാണ്. 3.25 വർഷം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.